ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കിളിമാനൂർ ചൂട്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് അമ്മമാർ ചേർന്നിട്ട് ഓണത്തിനേക്ക് വേണ്ടി കുറച്ച് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അവരുടെ ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നും അതെങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതെന്നും ഒക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇത് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് അവരിവിടെ തയ്യാറാക്കുന്നത്. അത് കാരണം തന്നെ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതെ, അച്ചപ്പ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കുറച്ച് പലഹാരങ്ങൾ അവർ തയ്യാറാക്കി നേരത്തെ തന്നെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അശ്വതി വഴിയാണ് ഞാൻ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് അറിയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അശ്വതിയുടെ തന്നെ ചോദിക്കാം. അശ്വതിയുടെ അമ്മയും അമ്മയും ഒക്കെ ചേർന്നിട്ടാണ് ഇത് നടത്തിക്കൊണ്ട് പോരുന്നത്. അപ്പോൾ എത്ര വർഷമായിട്ട് പലഹാരം ഉണ്ടാക്കുന്ന എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ജോലി പാചകക്കാരനായിരുന്നു. ഞാൻ ജനിക്കുന്ന മുമ്പേ ഈ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പലഹാരങ്ങൾ ഇടാൻ പോകും. അച്ഛന് വയ്യാതായ സമയം തൊട്ടാണ് അമ്മ ഇട്ട് തുടങ്ങിയത്. ഇപ്പൊ അവർ രണ്ടുപേരുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയും അമ്മമ്മയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ, ഇവിടെ അമ്മമ്മയാണ് ഇപ്പോൾ ഉള്ളത്. അമ്മ പുറത്തു പോയിരിക്കുകയാണ്. അത് കാരണം ദേ അമ്മമ്മ ആണാ അമ്മാമയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മമ്മ ദേ ഇവിടെ അച്ചപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നൊക്കെ ചോദിച്ചറിയാം. എന്താ ഇങ്ങനെ അതിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ ഒരു അച്ചപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തണുക്കാനായിട്ട് അച്ചിങ്ങനെ കുറച്ച് നേരം എണ്ണയിൽ ഇട്ടിരിക്കും. അത് ചൂടായാലേ മാവതി പിടിക്കുള്ളൂ. ചൂടായതിനു ശേഷം മാവിലേക്ക് മുക്കും. നല്ല എണ്ണ തിളക്കണം. ചൂട് വേണ്ടെങ്കിൽ മാവ് പിടിക്കും. ഇങ്ങനെ ഷേപ്പ് കിട്ടൂല. ഷേപ്പ് കിട്ടത്തില്ല. മുങ്ങി പോകാനും പാടില്ല. മാവിൽ മുങ്ങിയാലും അച്ഛന്ന് ഊരി വരാൻ പാടാണ്. ഇതുപോലെ ആയി വരും. ഒന്ന് ചൂടാകുമ്പോൾ ഒന്ന് മുക്കും. അങ്ങനെ മാറ്റി ഇടും. ഇനി അത് ചൂടാകുമ്പോഴത്തേക്ക് ഇത് ചൂടായി കിടക്കുകയായിരിക്കും. അത് മാറ്റിയെടുക്കും. മാറ്റി ഇട്ടോണ്ടേയിരിക്കും. ഉടനെ നമ്മൾ ഇട്ട ഷേപ്പിൽ വ്യത്യാസം കാണും. അതുകൊണ്ട് ഇത് ചണത്തിട്ട് ഇതിലോട്ട് മാറ്റി വെക്കും. ഇതുപോലെ കുറച്ചിങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അവിടെ. ബാക്കിയുള്ള പലഹാരങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? കുറേയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാണ്? കേക്ക്, അച്ചപ്പം, മുറുക്ക്, ബോളി, മടക്ക് ബോളി, പക്കാവട, മിച്ചറ് എല്ലാം ഉണ്ട്. എപ്പോഴും ഇതുണ്ടാവും. ഏത് സമയത്ത് ഇവിടെ വന്നാലും ഇതെല്ലാം കിട്ടും. മധുരസേവ എല്ലാം കിട്ടും. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ബോളിയൊക്കെ ഓർഡർ വരുമ്പോഴേക്കും കൂടുതലും കാണണം അല്ലേ? അറിയിപ്പ് പൊങ്കാല ബോളി. നെയ്യപ്പം അതുപോലെ ആയിരിക്കും കൊടുക്കുന്നത്. ശരി, അതിന്റെ തിരക്കിലാണ്. 5 ഐറ്റം പലഹാരം അതിന് വരും. അങ്ങനെ ഓർഡർ അനുസരിച്ചും കൂടി ഇവിടെ നിന്ന് ഈ അമ്മമാര് ചെയ്ത് കൊടുക്കുന്നു. നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനെ ഉണ്ടാക്കുള്ളൂ. കാരണം അതിന് ഷെൽ ലൈഫ് കുറവല്ലേ. ഇത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും അല്ലാതെ അങ്ങനെ രണ്ടിനും 2 റേറ്റ് വരും. റേറ്റിൽ വ്യത്യാസം വരും. അവർ പറയുന്ന അനുസരിച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കുന്നത് പാം ഓയിൽ ആയിരിക്കും അല്ലേ എടുക്കുന്നത്? പാം ഓയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമുക്ക് ഏത് എണ്ണയിലാണ് വേണമെന്ന് വെച്ചാൽ അതിൽ തയ്യാറാക്കി കൊടുക്കും. വിലയിൽ റേറ്റിൽ കുറച്ച് വ്യത്യാസം വരും. എണ്ണയുടെ വില വ്യത്യാസം വരും. കാരണം ഇപ്പോഴത്തെ എണ്ണ വില ആണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു അച്ചപ്പം 15 ആവും. മറിച്ച് ഈ പാം ഓയിൽ വരുമ്പോഴത്തേക്കും 10. കടകളിൽ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഇതേ പറ്റുള്ളൂ. കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ നമ്മൾ ചീത്തയായി പോകും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ചീത്തയും കൂടെ പോകും. എക്സ്പയറി കുറവാണ്. കടക്കാരെടുക്കുന്നതും കുറവാണ് വെളിച്ചെണ്ണയിൽ. അങ്ങനെയാണ്. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഇട്ടില്ല. അച്ഛൻ മരിച്ചയുടെ ഇട്ടില്ല. അങ്ങനെ ഉത്തരാടത്തും തലേ ദിവസം വരെ കാണൂലേ പലരും ഇട്ടുകൊണ്ടിരിക്കും. ബാക്കി പണികളൊന്നും നടക്കൂല. ഇതിനകത്ത് ചേരുന്നത് അരിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് അളവിൽ മൈദ ചേർക്കും കേട്ടോ. അതുപോലെ എള്ളുണ്ട്, അതുപോലെ തന്നെ ഉപ്പ്, പഞ്ചസാര, മുട്ട, ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു മാവ് തയ്യാറാക്കുന്നത്. ജീരകം അതേ ഇങ്ങനെ മുക്കിയാണ് ഇടുന്നത് കേട്ടോ. മുഴുവനായി മാവിൻ്റെ ഉള്ളിലേക്ക് തരരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ എണ്ണയിൽ ഇടുമ്പോൾ ഇളകി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഇട്ടിട്ട് എണ്ണയിലേക്കാക്കി അതിങ്ങനെ പൊരിച്ചെടുക്കുന്നു കേട്ടോ. അതിങ്ങനെ വിട്ട് വരും. ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് ഇളകി വരും. ഇതുപോലെ ഇളകി വരും. ഇങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുവാണ്.
മൂത്ത് കഴിയുമ്പോൾ 2 സൈഡും മറിച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കും. ഇപ്പോൾ ഇതേ മാറ്റാനായിട്ട് എണ്ണയിൽ നിന്ന് ഇത് പാകമായി കഴിഞ്ഞു. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയിടാം. ഇവിടെ ഇതുപോലെ വെട്ട് കേക്കും അതുപോലെ തന്നെ മുറുക്കും തയ്യാറാക്കി ചെറിയ പാക്കറ്റുകളിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് സെയിലിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേറെ ഉണ്ട് കേട്ടോ. അത് അവിടെ കാണിക്കുകയാണെങ്കിൽ ചിപ്സ് ഇതേ ഇവിടെ ഓരോ ബക്കറ്റുകളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വറുത്തെടുത്ത സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം, ദേ ചിപ്സാണ് കേട്ടോ. നമ്മുടെ കാ വറുത്തത് അത് ദേ ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാം ഒന്നും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം, മിക്സറാണ്. ഇതേ മിക്സർ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ബക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതേ മിക്സർ റെഡിയായി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നന്നായിട്ട് വറുത്ത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ദേ ഇവിടെ ഇങ്ങനെ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് പാക്ക് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ഉള്ളിൽ മുറുക്കാണ് അല്ലേ, മുറുക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പാക്ക് ചെയ്യാനുള്ളതാണ്. ഇതുപോലെ ഇങ്ങനെയുള്ള മുറുക്കുകൾ നിറയെ മുറുക്കാണ്. ഇനി അത് നന്നായിട്ട് അച്ചെണ്ണയിലിട്ട് എണ്ണയൊന്ന് മാറ്റി അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇതെങ്ങനെ ഇങ്ങനെ ഇതിനി പൊട്ടിച്ച് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. കൊള്ളാം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ള നമ്പറും ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ളവർ വന്ന് മേടിക്കും. നല്ല വിശ്വസിച്ച് നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതേ വെട്ട് കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പാക്ക് ചെയ്തതും കുറേയൊക്കെ പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേയൊക്കെ സെയിലിന് പോയി കഴിഞ്ഞു. ഇപ്പോൾ ബാക്കിയുള്ളതാണ്, ഇനി പാക്ക് ചെയ്യാനുള്ളതാണ് ഇതാ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇതുപോലെ ഇത്രയും വലിയ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ. ഇത്രയും വലിയൊരു കേക്കായിട്ടാണ് കിട്ടുന്നത്. ഇതുപോലെ ബക്കറ്റിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കഴിച്ചു നോക്കും. ഇതേ ഇവിടെ ഇങ്ങനെ 3 സൈസിലാണ് ഈ കേക്ക് ഉള്ളത്. ഒന്ന് ദേ ഈ ഒരു സൈസ്, ഇതാണ് വലിയ സൈസ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേ ഈ ഒരു ഇത്രയും ചെറുത്, അതിനേക്കാളും ചെറുത് ദേ ഇങ്ങനെ 3 സൈസിലാണ് ഇവിടെ പാക്ക് ചെയ്ത് കേക്ക് ഉള്ളത് കേട്ടോ. വെട്ട് കേക്ക് ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. പണ്ടൊക്കെ കിട്ടുന്ന അതേ കേക്കിൻ്റെ ടേസ്റ്റ്, പ്രത്യേകിച്ച് അമ്മമാരുണ്ടാക്കുന്നത് കാരണം തന്നെ ആ ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ. ഇത് ഇവിടെ പാക്ക് ചെയ്ത് ഇങ്ങനെ ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ അടുക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ അശ്വതി എന്തൊക്കെയാണ് ഉള്ളത് പറയുമോ? നമുക്കിവിടെ പക്കാവട ഉണ്ട്, ഇതാണ് പക്കാവട ഉണ്ട്. അതുപോലെ തന്നെ മധുരവടയ്ക്ക് 2 സൈസിൽ കവറിൽ പാക്ക് ചെയ്യും, ചെറുതായിട്ടും വലുതായിട്ടും ഇടും. പിന്നെ കിലോ ആയിരിക്കും പക്കാവട എല്ലാവരും മേടിക്കുന്നത്. അങ്ങനെ. അതുപോലെ തന്നെ മധുരസേവയുണ്ട്. മധുരസേവ ഇപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ് പാക്ക് ചെയ്തത്. ഇപ്പോൾ ഉള്ളത് ഇവിടെയൊക്കെയാണ്. പിന്നെ കേക്കുണ്ട്, കേക്ക് മിച്ചറും പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിപ്സ് ഉണ്ട്. ചിപ്സ് പിന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ബക്കറ്റ്. അതിന് പറക്കി അടുക്കണം. അതേപോലെ മുറുക്കും എല്ലാം പറക്കി ഇനി അടുക്കാനുണ്ട്. ഓണാകുമ്പോൾ അങ്ങനെ ഓരോ ഐറ്റം കൂടി വരും. വേറെ കാര്യങ്ങൾ വരും. പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. അനുസരിച്ചിടും. ഈ 7 മാസത്തിലെ അറിയിപ്പും പൊങ്കാലയൊക്കെ വരുമ്പോഴത്തേക്കും നെയ്യപ്പം പറയും, അതുപോലെ മുന്തിരിക്കൊത്ത് പറയും, അങ്ങനെ പറയും, ബോളി പറയും. അതല്ലാതെ ബോളി ഒന്നും അല്ലാണ്ട് ചിലവ് കുറവാണ്. ബോളിയൊക്കെ ഇതൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും മേടിക്കണം. അപ്പോൾ അതൊക്കെ ഇട്ട് വയ്ക്കും. നെയ്യപ്പം ഓർഡർ അനുസരിച്ച് ഇടുള്ളൂ. കാരണം അത് 3-4 ദിവസം പഴുപ്പും, 3 ദിവസം കഴിയുമ്പോൾ പഴുപ്പും. അതുകൊണ്ട് ഓർഡർ അനുസരിച്ച് അത് ഇട്ട് കൊടുക്കുള്ളൂ. ഓണക്കാലം ആകുമ്പോഴേക്കും നമ്മളെല്ലാ വീട്ടിലും തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന, പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നല്ലേ അമ്മ? എല്ലാ വീട്ടിലും ഉറക്കമൊഴിഞ്ഞ് അമ്മമാരൊക്കെ ഇത് തയ്യാറാക്കുമായിരുന്നു. എൻ്റെ ചെറുതിലേക്ക് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ആരും അതിനായിട്ട് മെനക്കെടുന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള അമ്മമാർ നമുക്ക് വേണ്ടി ഇതൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, കഴിച്ച് നോക്കുക, എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ നല്ല. ഞാനിവിടെ വന്ന് കഴിച്ച് നോക്കിയപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ. അപ്പോൾ അതേ അമ്മ എനിക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഓണത്തിലേക്ക് ഇതേ നമുക്ക് പലഹാരമൊക്കെ ആയി.